തികച്ചും വ്യത്യസ്തമായ ഒരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കുന്നത് ഒരു കിടിലനായിട്ടൊരു പെരി പെരി ചിക്കൻ അൽഫാമാണ്. എല്ലാവർക്കും വീട്ടിൽ സിമ്പിളായിട്ട് ട്രൈ ചെയ്യാവുന്ന അൽഫാം. അടിപൊളിയായിട്ട് നുറുക്കിയ 3 ചിക്കൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അതിനാവശ്യമായ മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇനി നമ്മുടെ ഈ 5 ഐറ്റം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാൻ നന്നായിട്ട്. ഈ മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് ഒരു സ്പൂണിൻ്റെ അടുത്ത് ഓയിലും അതേപോലെ തന്നെ 1 സ്പൂണ് അല്ലെങ്കിൽ ഒരു അരഭാഗം നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ നേരത്തെ വെട്ടി നുറുക്കി വെച്ച നമ്മുടെ ചിക്കൻ പീസ് ഉണ്ടല്ലോ, അതിനോട്ട് ചുറ്റും നല്ലപോലെ മസാല തേച്ച് പിടിപ്പിക്കുക. എല്ലാ ഭാഗത്തേക്കും എത്ര രീതിയിൽ വേണം മസാല തേച്ച് പിടിപ്പിക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റോളം നേരമെങ്കിലും നമ്മുടെ ചിക്കൻ നന്നായി മസാല വരട്ടി വെക്കണം. എന്നാലാണ് നമ്മുടെ ചിക്കൻ്റെ പീസിലോട്ട് എല്ലാ ഭാഗത്തോട്ടും അതിൻ്റെ ഫ്ലേവറും ഉപ്പും എരിവും എല്ലാം കയറി വരുള്ളൂ. അപ്പോൾ ഒരു 45 മിനിറ്റോളം വെക്കുക. നമ്മുടെ ചിക്കൻ്റെ മേത്ത് മസാലയ്ക്ക് പിടിക്കുന്നവരെ നമുക്ക് വേറെ സാധനം ഉണ്ടാക്കാം. അതിനായിട്ട് കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. ഇവിടെ 20 കാന്താരി മുളക് കൂടുതലുണ്ട്. അതേപോലെ തന്നെ ഒരു സവാളയും ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ചൂടായ ഒരു ഫ്രൈ പാനിലോട്ട് 2-3 സ്പൂൺ ഓയിൽ ഒഴിക്കുക. അതെല്ലാ ഭാഗത്തേക്കും തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമ്മുടെ കാന്താരി മുളകും ഈ സവാളയും ഈ തക്കാളിയും ഇതിലോട്ട് ആഡ് ചെയ്യുക. കുറച്ച് ഗ്രേവി പുറത്ത് കൂടുതൽ വേണമെന്നുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പകുതി സവാളയും അതേപോലെ തന്നെ ഒരു തക്കാളിയുടെ ഒരു പകുതിയും കൂടി ആഡ് ചെയ്യാം. അത് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി. ഇനി ഇതിലോട്ട് 5 വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കുക. നമ്മുടെ ഇതിൻ്റെ ഒരു വേവ് എങ്ങനെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡെങ്കിലും ഡാർക്ക് ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് ഇത് വേവിക്കണം. അതായത് ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടണം. അതാണ് നമ്മുടെ ഒരു ഉദ്ദേശശുദ്ധി. ഇനി ഇതിലോട്ട് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു 1/2 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആവശ്യത്തിന് ഇത് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയ കുറച്ചൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനെടുത്ത ഓയിൽ ഇത്തിരി കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ഓയിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിലൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സൈഡ് ഡാർക്ക് ബ്രൗൺ ഒക്കെ ആയി തുടങ്ങുന്ന സമയത്ത് നമുക്ക് നിർത്താം. അപ്പോൾ അത്യാവശ്യം ഡാർക്ക് ബ്രൗൺ ആകുമ്പോൾ നമ്മൾ ഒരു സ്മോക്കി ഫ്ലേവർ ഇതിന് കിട്ടും. അപ്പോൾ ഞാൻ ഒരു സ്മോക്കി ഫ്ലേവർ ആയെന്ന് തോന്നിയപ്പോൾ ഞാൻ നിർത്താണ്. അപ്പോൾ ഒരു സൈഡ് കുറച്ച് ഡാർക്ക് ബ്രൗൺ കളർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലോട്ട് നമ്മുടെ ഈ തക്കാളിയും സവാളയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ നമ്മുടെ കാന്താരി മുളക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1 സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ 1 സ്പൂൺ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് അരച്ച് കഴിയുമ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരിക്കും. അതുകൊണ്ട് ഒരു 1/2 സ്പൂൺ ഉപ്പും അതേപോലെ തന്നെ ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി കൂടി കുറച്ചുകൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. എല്ലാം നന്നായി അരച്ചതിന് ശേഷം 1 സ്പൂൺ മുളക് പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ നേരത്തെ മാരിനേറ്റ് വെച്ച് ചിക്കൻ എടുക്കാം. ഈ ചിക്കൻ നമുക്ക് ഇനി ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഗ്രില്ല് ചെയ്യാനായിട്ട് അറിയാലോ, കണലൊക്കെ റെഡിയാക്കി വെക്കുക. നമ്മുടെ ചിക്കൻ ഗ്രില്ലിൻ്റെ അതിൽ വയ്ക്കുക. ഇനി ചിക്കൻ ഒരു 15 മിനിറ്റോളം തിരിച്ച് മറിച്ചൊക്കെ നന്നായിട്ടൊന്ന് ചുട്ടെടുക്കുക. നമ്മുടെ ചിക്കനിൽ തന്നെ അത്യാവശ്യം നല്ല നെയ്യൊക്കെ ഉണ്ട്. അതാണ് നമ്മുടെ ഈ ചിക്കൻ ഇങ്ങനെ ഇങ്ങനെ മുരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില ഭാഗങ്ങളിൽ ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചുകൂടി ചിക്കൻ സോഫ്റ്റായി കിട്ടും. അപ്പോൾ നമ്മൾ 2 സൈഡിലും കുറച്ചൊന്ന് ഓയിൽ പുരട്ടി കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണൽ കാര്യമാണ്. കുറച്ച് ഒരു സോഫ്റ്റായി കിട്ടാൻ നല്ലതാണ് ഓയിൽ തേക്കുന്നത്. അപ്പോൾ ഓയിലൊക്കെ തേച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഇത് വേവിക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ടാമത് ഉണ്ടാക്കിയ നമ്മുടെ ഒരു വെറൈറ്റി ഒരു മസാല ഉണ്ടല്ലോ, അത് ബ്രഷ് എടുത്തിട്ട് നമ്മുടെ ചിക്കൻ്റെ പീസും എല്ലാം നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഒരു ലാസ്റ്റ് സ്റ്റേജിൽ ചെയ്താൽ മതി, കാരണം ഇതിനധികം വേവ് ഒന്നും വേണ്ട. ഇത് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും തേച്ച് പിടിപ്പിച്ച് വയ്ക്കുക. 2 സൈഡിലും നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഇതൊരു 5 മിനിറ്റ് കൂടി ഒന്ന് ചെറിയ ചൂട് മതി. ആ ഒരു ചൂടിലിരുന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഗ്രില്ല് റെഡിയാവും. അതേപോലെ തന്നെ ചില്ലി ഫ്ലേക്സും ഓയിലും കൂടി ലാസ്റ്റായിട്ട് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊരു കളർഫുള്ളും ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ്റെ ഗ്രില്ല് റെഡിയായി. ഒരു പെരി പെരി ചിക്കൻ ഗ്രില്ലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല, എന്നാലും ഒരു കാന്താരി ഗ്രില്ലായിട്ട് കൂട്ടാം. അപ്പോൾ നന്ദി കണ്ടതിന്. താങ്ക് യു. സീ യു നെക്സ്റ്റ് ടൈം.